കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി OJ ജനീഷിനെ നിയമിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒഴിവിലേക്കാണ് നിലവിൽ വൈസ് പ്രസിഡന്റായ ജനീഷിനെ അധ്യക്ഷനാക്കിയത്. ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കി. അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവർ ദേശീയ സെക്രട്ടറിമാരായി. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചൊഴിഞ്ഞ് 52 ദിവസം തികയുമ്പോഴാണ് ജാതിമത സമവാക്യങ്ങൾ പരിഗണിച്ച് അമരക്കാരെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത്. വൈസ് പ്രസിഡന്റായിരുന്ന അബിൻ വർഗിക്ക് അധ്യക്ഷപദം സ്വാഭാവികമായും ലഭിക്കേണ്ടതായിരുന്നെങ്കിലും സമുദായ സന്തുലിതം പാലിക്കാനാണ് ഇളക്കി പ്രതിഷ്ഠ. KPCC അധ്യക്ഷനും KSU അധ്യക്ഷനും ഒപ്പം മൂന്നാമതൊരാൾ കൂടി ഒരേ വിഭാഗത്തിൽ വേണ്ട എന്ന് സംസ്ഥാന പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. KC വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും പിന്തുണയ്ക്കൊപ്പം ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് എന്ന പരിഗണനയും OJ ജനീഷിന് തുണയായി. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റായി എത്തുമ്പോൾ KM അഭിജിത്തും അബിൻ വർക്കിയും ദേശീയ സെക്രട്ടറിമാരായി. ദേശീയ സെക്രട്ടറിമാരെ നിയോഗിച്ചപ്പോൾ മുൻ KSU അധ്യക്ഷനായ അഭിജിത്തിനെ പരിഗണിക്കാതിരുന്നത് MPമാർ അടക്കമുള്ള നേതാക്കളുടെ പരിഭവത്തിന് ഇടയാക്കിയിരുന്നു. യൂത്ത് കോൺഗ്രസിന് ഒരു സിസ്റ്റമുണ്ട്, ഒരു ദേശീയ കമ്മിറ്റിയുണ്ട്, അതിനൊരു പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനൊരു രീതികളുണ്ട്. ആ രീതിയുടെ ഭാഗമായി ഉണ്ടായ കാലതാമസം മാത്രമാണ്. വളരെ ഉചിതമായ തീരുമാനം തന്നെയാണ് അഖിലേന്ത്യാ നേതൃത്വം എടുത്തതെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഗ്രൂപ്പില്ല എന്ന് പുറമെ പറയുമ്പോൾ തന്നെ ഗ്രൂപ്പും ജാതിയും മതവും നോക്കി തന്നെയാണ് പുതിയ ഭാരവാഹികളെ വീതം വെച്ചെടുത്തിരിക്കുന്നത്. മീഡിയ 1, ഡൽഹി.